ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പ് തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഗ്രൂപ്പ്സ് എന്ന പോർഷനാണ്. ഇതിന് റെഫറൻസ് സെക്ഷൻ 4.2 ഓഫ് അർഫ്കൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ സീ വാട്ട് ഈസ് എ ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ്, then we will discuss about what are continuous groups. So first, what is a group? A group is defined as a set of objects or operations together with group multiplication. Now this group multiplication must satisfy four properties: closure, associativity, existence of identity element, existence of inverse. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി? സപ്പോസ് you have an element A and you have another element B in the group, then A into B is equal to C should be an element of the group. Multiplication associative means നിങ്ങൾക്ക് മൂന്ന് എലമെൻറ്റ് എ ബി സി ഉണ്ടെങ്കിൽ എ ഇൻറ്റു ബി ഇൻറ്റു സി ഷുഡ് ബി ഈക്വൽ ടു എ ഇൻറ്റു ബി സി. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. സപ്പോസ് യു ഹാവ് ആൻ എലമെൻറ്റ് എ ആൻഡ് യു ഹാവ് അനദർ എലമെൻറ്റ് ഇ such that A into E is equal to E into A is equal to A. Then E is said to be identity element. Then inverse. Then so corresponding to an element A, there should be an A inverse, A into A inverse such that A into A inverse equal to A inverse into A is equal to identity. ഈ നാല് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് അത് ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്ന് പറയാം. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് ഐ ടേക്ക് ദി എലമെൻറ്റ്സ് 1 ആൻഡ് -1, നമ്പേഴ്സ് 1 ആൻഡ് -1 അണ്ടർ ഗ്രൂപ്പ് ഓ മൾട്ടിപ്ലിക്കേഷനായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന നമ്പർ മൾട്ടിപ്ലിക്കേഷനാണ്. ദെൻ 1 ഇൻറ്റു -1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു -1 ഇസ് ഈക്വൽ ടു -1 ഈ ഗ്രൂപ്പിലെ മെമ്പറാണ്. -1 ഇൻറ്റു -1 ഇസ് ഈക്വൽ ടു 1 എഗെയിൻ ദിസ് ഗ്രൂപ്പിലെ മെമ്പറാണ്. സോ ഇവിടെ നിങ്ങൾ ഏത് ചെയ്താലും നിങ്ങൾക്ക് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. Then multiplication associative ആണ്, because number multiplication is always associative. Then identity element ഉണ്ടോ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈ ഗ്രൂപ്പിനകത്ത് 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ബിക്കോസ് 1 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ചസ് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിറ്റിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ ഇൻവേഴ്സ്, ഈ കേസിൽ 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്, -1ൻ്റെ ഇൻവേഴ്സ് -1 ആണ്, ബിക്കോസ് -1 ഇൻറ്റു -1 ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. സോ ഇൻവേഴ്സ് ഓഫ് -1 ഈസ് -1, ഇൻവേഴ്സ് ഓഫ് 1 ഈസ് 1. സോ എല്ലാ എലമെൻറ്റിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൾസോ ദർ ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അസോസിയേറ്റിവിറ്റി ഈസ് ദർ, ക്ലോഷർ പ്രോപ്പർട്ടി ഈസ് ദർ. സോ ദി സെറ്റ് 1 - 1 ഫോംസ് എ ഗ്രൂപ്പ് അണ്ടർ നമ്പർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഈ കേസിൽ നമ്മുടെ നമ്പർ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മളുടെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ. Okay, so this is just an example for group. Now let us consider the group of symmetry of a triangle, and അതിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. സോ ഫസ്റ്റ് ഞാൻ ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ് എന്താണെന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ് മീൻസ് ദിസ് കൺസിഡർ, നമ്മളിവിടെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ 1 - 1 ഈസ് ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ്, ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ്. എ ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ് possess n elements. If a discrete group possesses n elements, then its order is n. But for a continuous group, if order is n, that means that group can be completely specified by n parameters. കണ്ടിന്യൂസ് ഗ്രൂപ്പിൻ്റെ കേസിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻഫിനിറ്റ് ആണെങ്കിലും അവിടെ n പാരാമീറ്റർ കൊണ്ട് നമുക്ക് ആ ഗ്രൂപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്രൂപ്പ് ഓഫ് ഓർഡർ n എന്ന് പറയും. എക്സാമ്പിൾ, സപ്പോസ് യു ഹാവ് എ കണ്ടിന്യൂസ് ഗ്രൂപ്പ്, അവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻഫിനിറ്റ് ആണ്, ബട്ട് എ സിംഗിൾ 1 പാരാമീറ്റർ കൊണ്ട് ആ ഗ്രൂപ്പിനെ മൊത്തം ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി എ കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 1. അവിടെ നമുക്ക് ഓർഡർ 1 ആണെന്നാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഡെഫിനിഷൻസിൽ ഉള്ള ചേഞ്ച്, ഓർഡർ ഡിസ്ക്രീറ്റ് ഗ്രൂപ്പിൻ്റെ ഓർഡറും കണ്ടിന്യൂസ് ഗ്രൂപ്പിൻ്റെ ഓർഡറും രണ്ട് രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഈ പോയിൻ്റ് നമുക്ക് കണ്ടിന്യൂസ് ഗ്രൂപ്പ് എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഒരു ഈസി കൺസെപ്റ്റാണിത്. സോ ഫസ്റ്റ് ഒരു ഡിസ്ക്രീറ്റ് ഗ്രൂപ്പിന് അനദർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു സിമ്മട്രി, നേരത്തെ ഞാൻ പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഗ്രൂപ്പ്. സോ ഓൾറെഡി നമ്മൾ ഈ ഗ്രൂപ്പ് ഡിസ്ക്രൈബ് ചെയ്തതാണ്, എങ്കിലും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും അത് ഡിസ്കസ് ചെയ്യാണ്. സോ യു ഹാവ് എ ട്രയാങ്കിൾ, ആൻഡ് ട്രയാങ്കിളിനകത്ത് നമ്മൾ 1, 2, 3 എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ആൾസോ A, B, C. നൗ ഗ്രൂപ്പ് ഓഫ് സിമ്മട്രീസ് നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ നൊട്ടേഷൻസ് ഗ്രൂപ്പ് തിയറി ഫോർ ക്വാണ്ടം മെക്കാനിക്സ് ബൈ ടിങ്. 'ഹാം' എന്നുള്ള ബുക്കിലെ നൊട്ടേഷൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നൗ,
എ ബി സി ആർ റൊട്ടേഷൻസ് ബൈ പൈ ഡിഗ്രി, പൈ ഞാൻ വിട്ടുപോയതാണ്, റൊട്ടേഷൻസ് ബൈ പൈ എബൌട്ട് ദി ആക്സിസ് ഷോൺ. സോ ഈ എ എന്നുള്ള ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പൈ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് എ. ബി എന്നുള്ള ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുമ്പോൾ ബി ആവും, സി ആണെങ്കിൽ സി, നമ്മൾ സി എന്ന് നോട്ട് ചെയ്യും, സി കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുമ്പോൾ സി ആവും. ഡി ഈസ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ബൈ 120 ഡിഗ്രി, 2π/3 മീൻസ് 120 ഡിഗ്രി ഇൻ ദി പ്ലെയിൻ ഓഫ് ദി ട്രയാങ്കിൾ. സോ പ്ലെയിൻ ഓഫ് ദി ട്രയാങ്കിൾ നമ്മൾ 120 ഡിഗ്രി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. ദെൻ എഫ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്, ദറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഓക്കെ, സോ ഓരോ കേസിലും വരുന്ന ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇപ്പം നമ്മൾ ഓപ്പറേഷൻ എ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ എ മീൻസ് പൈ ഡിഗ്രി റൊട്ടേഷൻ എബൌട്ട് ദി ആക്സിസ് എ. സോ എ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ഒന്നും ഹാപ്പൻ ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ ആക്സിസ് എ. എയിൽ ചേഞ്ച് വരില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 3 അതുപോലെ നിൽക്കും, 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, 1 ഇങ്ങോട്ട് വരും, 2 ഇങ്ങോട്ട് വരും. ഇത് ജസ്റ്റ് നമ്മൾ മറിച്ചിടുന്ന പോലെ വരണം. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ഭാഗം എടുത്ത് തിരിച്ച് മറ്റേ ഭാഗം കൂടി മറിച്ചിടുമല്ലോ, അതുപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ എബൌട്ട് ആക്സിസ് എ, ദിസ് ആക്സിസാണ് ഞാൻ എബൌട്ട് ദിസ് ആക്സിസാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, മറിച്ചിടുന്നത്. അതുകൊണ്ട് അവിടെ ചേഞ്ച് ഉണ്ടാവില്ല. 2 എന്നുള്ള 1ൻ്റെ അങ്ങോട്ടും വരും, 1 അങ്ങോട്ട് 2ലേക്കും പോകും. ഓക്കെ, സോ എ എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇനി ബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ബിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. സോ 1 അവിടെ തന്നെ ഉണ്ടാവും. സോ യു വിൽ ഹാവ് 1 ഹിയർ. നൗ 3ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. 3 2 1 2 3 1 ആണ് ബി. സി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സിയിൽ ചേഞ്ച് ഒന്നും വരില്ല, അതായത് സി എന്നുള്ള ആക്സിസിൽ. സോ 2 അവിടെ തന്നെ നിൽക്കും, 1ഉം 3ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ ദാറ്റ് ഈസ് സി. നൗ ഡി എന്ന് പറഞ്ഞാൽ ഈസിയാണ്, 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. സോ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 3 എന്നുള്ള പൊസിഷൻ താഴേക്ക് വരും, 1 എന്നുള്ളത് ഇങ്ങോട്ട് വരും. സോ 3 1 ഇങ്ങോട്ട് വന്നു, 2 മുകളിലേക്ക് പോകും. ജസ്റ്റ് ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യുക. നൗ ദിസ് ഈസ് ഡി. നൗ വാട്ട് അബൌട്ട് എഫ് നേരെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ റൊട്ടേറ്റ് ചെയ്തതിൻ്റെ നേരെ ഇവിടുത്തെ ആരോ മാർക്ക് ഓപ്പോസിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എഫ് ആവും. എല്ലാ ആരോ മാർക്കും ഓപ്പോസിറ്റിലിടും. അപ്പോൾ 3 താഴെ ഇങ്ങോട്ട് വരും, 2 റൈറ്റിലേക്ക് ഇങ്ങോട്ട് പോകും, 1 മുകളിലേക്ക് വരും. സോ ദിസ് ഈസ് യുവർ എഫ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് എലമെൻറ്റ്സ് വരിക. ഓക്കെ, നോ സപ്പോസ് ഐ ആം ഡൂയിങ് ഒരു ഓപ്പറേഷൻ ചെയ്യുക, ഡിയിൽ എ ആക്ട് ചെയ്യാണ്. സോ എ ഈസ് ആക്ടിങ് ഓൺ ഡി. സോ എ ഇൻറ്റു ഡി. സോ എ കൺസിഡർ ചെയ്യണം. നോ വാട്ട് ഈസ് ഡി? ഡീൻ്റെ ഡീൻ്റെ എലമെൻറ്റ് 2 3 1 ആണ്. സോ ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2 2 1 3. സോ ജസ്റ്റ് ചെക്ക് ചെയ്യാം, ഡി മീൻസ് 2 1 3. ഓക്കെ, ദിസ് ഈസ് ഡി. സോ ഇനി എ ആക്ട് ചെയ്യണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് എ ആണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. സോ അവിടെ ചേഞ്ച് ഒന്നും വരില്ല. ദാറ്റ് മീൻസ് 2 അതുപോലെ ഉണ്ടാവും, 3ഉം 1ഉം മാറി വരും, 2 3 1. നോ 2 3 1 ഏതാണ് ഗ്രൂപ്പ് എലമെൻറ്റ് നോക്കാം. 2 3 1 ഈസ് ബി ആണ്. സോ ദിസ് എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, നോ ഞാനിവിടെ നേരെ തിരിച്ച് ചെയ്യാം, ഡി ഇൻറ്റു എ ചെയ്ത് നോക്കാം, ഡി ഇൻറ്റു എ. സോ ഡി എയിൽ ആക്ട് ചെയ്യണം. നോ വാട്ട് ഈസ് എ? എ ഈസ് ഈക്വൽ ടു 1 2 3. ഇവിടെ നോക്കാം, എ ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഇതാണ് എ 1 2 3. ഓക്കെ, സോ 1 2 3. നൗ ഡി ആക്ട്. ഡു എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. സോ ക്ലോക്ക് വൈസ് 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 3 ഇങ്ങോട്ട് വരും, 2 ഇങ്ങോട്ട് വരും, 1 മുകളിലേക്ക് പോകും, 1 3 2. ഇതേതാണ് 1 3 2 ഈസ് ഈക്വൽ ടു സി. സോ നമ്മുടെ ആൻസർ സി ആണ്. സോ എ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ബി, വേറാസ് ഡി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു സി. സോ രണ്ടും ഈക്വാലൻ്റ് അല്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. എ ഇൻറ്റു ഡിയും ഡി ഇൻറ്റു എ രണ്ട് എലമെൻ്റാണ്. സോ അങ്ങനത്തെ ഗ്രൂപ്പിനെ നമ്മൾ നോൺ എബീലിയൻ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ നോൺ എബീലിയൻ ഗ്രൂപ്പ്. ഇനി നമ്മൾ ഈ ഗ്രൂപ്പിൽ എല്ലാ പെയർ വൈസ് പ്രൊഡക്ട്സ് കൊടുക്കുക. അതായത് എ ഇൻറ്റു ബി എടുത്ത പോലെ എ ഇൻറ്റു ബി, എ ഇൻറ്റു സി, എ ഇൻറ്റു ഡി, എ ഇൻറ്റു ഇ, എ ഇൻറ്റു എഫ്, ദെൻ അതുപോലെ ബി ഇൻറ്റു ബാക്കി എല്ലാ എലമെൻറ്റ്സും എടുത്തിട്ട് നമ്മൾ എല്ലാ പെയർ വൈസ് പ്രൊഡക്ട്സും നമ്മളൊരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ദിസ് ടേബിൾ ഈസ് സെഡ് ടു ബി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഈസ് എ ടേബിൾ which shows all the pairwise products of a group.
ഈ കേസിൽ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത റിസൾട്ട് നോക്കാം. നമുക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഡി ആണ്. സോ അല്ല, എ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ബി. സോ എ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ബി ആണ് കിട്ടിയത്. നമുക്ക് ചെക്ക് ചെയ്യാം. സോ എ ഇൻറ്റു ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. എന്നിട്ട് തിരിച്ചെടുത്ത് നോക്കാം. ഡി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു സി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സപ്പോസ് ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് സി ഇൻറ്റു എഫ്. അങ്ങനെയാണെങ്കിൽ സി എന്നുള്ള റോക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എന്ന കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റാണ് നോക്കേണ്ടത്. സോ സി എഫ് ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കേണ്ടത്. ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ ഗ്രൂപ്പിൻ്റെ ബാക്കിയുള്ള എല്ലാം നമുക്കതൊന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാക്കി ഗ്രൂപ്പിൻ്റെ എല്ലാ ടേമിൻ്റെ ഇൻവേഴ്സ് എലമെൻ്റ് ഉണ്ടോ, ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും ചെയ്താൽ ഗ്രൂപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്നുള്ള ഗ്രൂപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ്. Now let us consider continuous group. Consider the rotation of a circular disk. So we have a circular disk. Now this circular disk is rotating through some angle about the symmetry axis. ഒരു സിമ്മട്രി ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യണം. Now in this case your group is of order 1. അതെന്താണ് നമുക്ക് ജസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. Now group elements here are rotation through angle phi. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ആംഗിൾ ഫൈ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഏതാണെന്ന് പറയാം. സോ ജസ്റ്റ് ഒരു ആംഗിൾ ഫൈ മാത്രം യൂസ് ചെയ്താൽ മതി നമുക്ക് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. സോ ഓൺലി എ സിംഗിൾ പാരാമീറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ 1 ആണെന്ന് പറഞ്ഞത്. ഗ്രൂപ്പ് എലമെൻറ്റ്സ് R5 ആർ ഇൻഫൈനൈറ്റ് ഇൻ നമ്പർ വിത്ത് 5 എനി ആംഗിൾ ഇൻ ദി റേഞ്ച് 0 to 2π. നമുക്കിവിടെ 5 എന്നുള്ള ആംഗിൾ 0 to 2π ആണ് വാരി ചെയ്യുക. Now 0 to 2π വാരി ചെയ്യുമ്പോൾ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. സപ്പോസ് യു ആർ റൊട്ടേറ്റിംഗ് ബൈ സം ആംഗിൾ 0.1 ഡിഗ്രി ഓർ യു ആർ റൊട്ടേറ്റിംഗ് ബൈ സം ആംഗിൾ 0.01 ഡിഗ്രി. അനദർ പോസിബിലിറ്റി 0.00001 ഡിഗ്രി. ഇങ്ങനെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് 0 to 2π ഉണ്ട്. ബട്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ദിസ് ആംഗിൾ മാത്രം നമുക്ക് യൂസ് ചെയ്തിട്ട് അതിനെ മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഓർഡർ 1 ആണ്, ബട്ട് ഗ്രൂപ്പ് കണ്ടിന്യൂസ് ആണ്. നേരത്തെ അങ്ങനെയല്ല, നമുക്കിവിടെ ഡിസ്ക്രീറ്റ് എലമെൻറ്റ്സ് ഉള്ളൂ. നമുക്കിവിടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ നോക്കിയാൽ ഈ കേസിൽ ഗ്രൂപ്പിൻ്റെ ഓർഡർ 6 ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി ഗ്രൂപ്പ് 6 ആണ്. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത നമ്പർ ഓഫ് ഫസ്റ്റ് 1 - 1 എന്നുള്ള ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ കേസിൽ ഗ്രൂപ്പിൻ്റെ ഓർഡർ 2 ആണ്. ബട്ട് കണ്ടിന്യൂസ് ഗ്രൂപ്പ്സിലേക്ക് വരുമ്പോഴോ ഗ്രൂപ്പിൻ്റെ ഓർഡർ ഡിസ്ക്രീറ്റ് അല്ല, കണ്ടിന്യൂസ് ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഗ്രൂപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുമോ അതായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ. ഓക്കെ, സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ല കണ്ടിന്യൂസ് ഗ്രൂപ്പിൻ്റെ കേസിൽ ഓർഡർ. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് യൂസ് ടു ഡിസ്ക്രൈബ് ദി ഗ്രൂപ്പ് ആയിരിക്കും ആ കേസിൽ, കണ്ടിന്യൂസ് ഗ്രൂപ്പിൻ്റെ കേസിൽ അവിടുത്തെ ഓർഡർ. ഓക്കെ, നൗ ജസ്റ്റ് നമ്മൾ R5 എന്നുള്ള ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാണ്. സോ ഈ ഗ്രൂപ്പിൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി വിൽ ബി ഈക്വൽ ടു 5 R5 ആണ് നമ്മുടെ ഗ്രൂപ്പ്. ആ 5 0 ആകുമ്പോൾ R of 0 ആയിരിക്കും എൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ദാറ്റ് ഈസ് നോ ഓപ്പറേഷൻസ്, നോ റൊട്ടേഷൻസ് അറ്റ് ആൾ, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു R of 2π. 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് വരും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻവേഴ്സ് ഓഫ് R5 വിൽ ബി ഈക്വൽ ടു R - 5. ഓഫ് കോഴ്സ് നമ്മളൊരു 5 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ -5 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഇൻവേഴ്സ്. രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R5 × R - 5 ഐഡൻറ്റിറ്റി ആവും. നമ്മൾ 5 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, 5 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ പോയതിൻ്റെ തിരിച്ചു വരും. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു, തിരിച്ചിങ്ങോട്ട് തന്നെ വന്നാൽ 0ലേക്ക് തന്നെ എത്തും. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഇവിടെ എങ്ങനെ വരും? R5 × Rθ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഫസ്റ്റ് നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ റൊട്ടേറ്റ് ചെയ്തു Rθ, ദെൻ വിത്ത് റെസ്പെക്ട് ടു 5 റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ R5 × Rθ വിൽ ബി ഈക്വൽ ടു R of 5 + θ. സോ ദിസ് ഈസ് ദി മൾട്ടിപ്ലിക്കേഷൻ റൂൾ. ഓക്കെ, നൗ സപ്പോസ് യു കൺസിഡർ എ പോയിൻ്റ് ഓൺ ദി ഡിസ്ക്.
നമ്മളൊരു ഡിസ്ക് കൺസിഡർ ചെയ്തു. ഡിസ്കിൽ നിങ്ങളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യാണ്. നൗ ആഫ്റ്റർ റൊട്ടേഷൻ ദാറ്റ് പോയിൻ്റ് വിൽ സോ ദി പോയിൻറ്റിൻ്റെ പിന്നെ കോർഡിനേറ്റ്സ് എക്സ് വൈ എന്ന് കൺസിഡർ ചെയ്യാം. ആഫ്റ്റർ റൊട്ടേഷൻ നിങ്ങൾ ഈ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതൊരു ന്യൂ പോയിൻറ്റിലേക്ക് മൂവ് ചെയ്തു. നൗ ദാറ്റ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് പ്രൈം വൈ പ്രൈം ആണെങ്കിൽ യു ക്യാൻ പ്രൂവ് ദാറ്റ് എക്സ് പ്രൈം വൈ പ്രൈം ഇസ് ഈക്വൽ ടു കോസ് ഫൈ സൈൻ ഫൈ മൈനസ് സൈൻ ഫൈ കോസ് ഫൈ ഇൻറ്റു എക്സ് പ്രൈം വൈ പ്രൈം. ദിസ് നമ്മൾ ആൾറെഡി പിന്നെ ഗ്രൂപ്പ് വെക്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത റിലേഷനാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഞാനത് എങ്ങനെയാണെന്ന് ഇതിൻ്റെ സ്റ്റെപ്സ് കാണിക്കുന്നില്ല. ഓക്കെ, ദെൻ ദിസ് മെട്രിക്സിനെ നമ്മൾ ആർ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് ദിസ് ഈസ് ദി മെട്രിക്സ് ദാറ്റ് ഡിനോട്ട്സ് ദിസ് ഗ്രൂപ്പ്. ഈ മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിനെ മുഴുവൻ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആർ ഫൈ ഈസ് ഈക്വൽ ടു കോസ് ഫൈ സൈൻ ഫൈ മൈനസ് സൈൻ ഫൈ കോസ് ഫൈ. നമ്മൾ 2 റൊട്ടേഷൻസ് കൺസിഡർ ചെയ്യണം. ആർ ഫൈ 1 ആൻഡ് 2 റൊട്ടേഷൻസ്, ഫസ്റ്റ് ത്രൂ ആംഗിൾ ഫൈ 1 ആൻഡ് സെക്കൻഡ് ത്രൂ ആംഗിൾ ഫൈ 2. ഫസ്റ്റ് ഫൈ 2 റൊട്ടേറ്റ് ചെയ്യുക, ദെൻ ഫൈ 1. നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്, ഇവിടെയല്ല, ഈ ഓപ്പറേറ്ററിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്, പ്രൊസീഡൻസ്. ഫസ്റ്റ് ഫൈ 2 ദെൻ ഫൈ 1. നേരെ തിരിച്ച് എഴുതണം. അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ കേസിൽ നേരെ തിരിച്ച് എഴുതിയാലും കുഴപ്പമില്ല. ബിക്കോസ് നിങ്ങൾ ആദ്യം സം ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ സം അതർ ആംഗിൾ റൊട്ടേറ്റ് ചെയ്താലും, ആദ്യം നിങ്ങൾ സെക്കൻഡ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് ഫസ്റ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്താലും സെയിം ഇഫക്ട്സ് ആണ് ഉണ്ടാക്കുക. ബട്ട് ജനറലി നമ്മൾ ഗ്രൂപ്പിൻ്റെ കേസിൽ, ഈ കേസിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ ഇങ്ങനെയാണ് എടുക്കുക. ഫസ്റ്റ് നമ്മളിവിടെ സെക്കൻഡ് ഓപ്പറേഷൻ എടുക്കണം, ദെൻ ഫസ്റ്റ് ഓപ്പറേഷൻ. നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇവിടുത്തെ ഓപ്പറേറ്റർ പ്രൊസീഡൻസ്. ഓക്കെ, നൗ ആർ ഫൈ 1 ഇൻറ്റു ആർ ഫൈ 2 നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഫൈ 1 എന്ന് പറഞ്ഞാൽ ഈ ദിസ് മെട്രിക്സിൽ ഫൈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ ഫൈ 2ക്ക് റെസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഈ സെക്കൻഡ് മെട്രിക്സിൽ ഫൈ 2 ചെയ്യണം. ഇനി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ ന്യൂമറേറ്ററിൽ എന്ത് വരും? സോ കോസ് ഫൈ 1 ഇൻറ്റു കോസ് ഫൈ 1 ഇൻറ്റു കോസ് ഫൈ 2 പ്ലസ് കോസ് ഫൈ 1 ഇൻറ്റു കോസ് ഫൈ 2 പ്ലസ് കോസ് ഫൈ 1. So this element into this element, cos phi 1 into cos phi 2 plus minus the next element minus. So നിങ്ങളോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ what will you get? Sorry just matrix multiplication ചെയ്യുക. So first you have to multiply cos phi 1 with cos phi 2, then sin phi 1 with minus sin phi 2. So the product will be cos phi 1 cos phi 2 minus sin phi 1 sin phi 2. Now this is according to cos A plus cos B rule, cos A cos B plus sin A sin B. So this is equal to cos phi 1 plus phi 2. cos A plus B rule അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സിമിലർലി ടോട്ടൽ നിങ്ങൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ആൻഡ് ദിസ് മെട്രിക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ആർ ഓഫ് phi 1 പ്ലസ് phi 2. സോ രണ്ട് റൊട്ടേഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്തപ്പോൾ എഗെയിൻ നമുക്ക് കിട്ടിയതൊരു റൊട്ടേഷണൽ മെട്രിക്സ് തന്നെയാണ്. സോ ഇത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത്. 2 റൊട്ടേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഗെയിൻ റൊട്ടേഷൻ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിറ്റി ഫോക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട phi 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് cos 0 sin 0 മൈനസ് sin 0 cos 0 എന്ന് കിട്ടും. സോ cos 0 ഈസ് ഈക്വൽ ടു 1, sin 0 ഈസ് ഈക്വൽ ടു 0. നൗ sin 0 പിന്നെ അഗെയിൻ 0 കിട്ടും, cos 0 1 ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് I2 എന്ന് കിട്ടും, I2. ഓക്കെ, നൗ ഇൻവേഴ്സ് ഓഫ് an element R5 will be equal to R of minus phi. നൗ R of minus phi നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ cos phi minus phi നിങ്ങളിവിടെ minus phi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് cos minus phi is equal to cos phi എന്ന് വരും. സൈൻ്റെ കേസിൽ സൈൻ റിവേഴ്സൽ ഉണ്ടാവും, ബിക്കോസ് cos minus phi is equal to cos phi. വേറെ സൈൻ്റെ കേസിൽ നിങ്ങൾ മൈനസ് പൈ കൊടുക്കുമ്പോൾ മൈനസ് സൈൻ ഫൈ എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് മെട്രിക്സ് ഇങ്ങനെ വരും. നൗ R5 ഇൻറ്റു R മൈനസ് പൈ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗെയിൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. cos സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 എന്ന് വരും. ആദ്യത്തെ എലമെൻറ്റ് അത് 0 1 വരും. സെക്കൻഡ് രണ്ടും ക്യാൻസൽ ചെയ്യും. ഇവിടുത്തെ എലമെൻറ്റ് 1 0 0 1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു I2. സോ നമ്മുടെ ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ ദാറ്റ് എലമെൻറ്റ് ഇൻറ്റു ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്ന റൂള് ഒബേ ചെയ്യുന്നുണ്ട്.
ഓക്കെ, സോ ദി സമ്മറി നമ്മളിതുവരെ ഡിസ്കസ് ചെയ്ത് മുഴുവൻ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് മെട്രിക്സ് ഈസ് ഓർത്തഗൺ. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത മെട്രിക്സ് ഓർത്തഗണൽ മെട്രിക്സ് ആണ്. ഈ ഗ്രൂപ്പിനെ നമുക്ക് SO2 എന്ന് ഡിനോട്ട് ചെയ്യാം. നമ്മുടെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് +1 ആണ്. അപ്പോൾ നമ്മുടെ മെട്രിക്സ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. cos phi sin phi minus sin phi cos phi. Determinant will be equal to cos square phi plus sin square phi. That is equal to 1. So determinant 1 ആണ്. And the rotations of a circular disk about the symmetry axis form a continuous group of order 1 and the parameter is phi, and we can represent this group by R phi is equal to that matrix cos phi sin phi minus sin phi cos phi എന്നുള്ള മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. So that's about the continuous groups. Thank you.